അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അവർ നേരെ ഓടിയത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്കായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അറിയാതെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും ചെയ്യില്ല എന്നവർക്ക് ഉറപ്പായിരുന്നു. അവർ വീട്ടിൽ കുതിച്ചെത്തിയപ്പോൾ, വാതിലിൽ മുട്ടിയപ്പോൾ തുറന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട മകൾ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയായിരുന്നു. അസ്മാ ബീവി റളിയല്ലാഹു അൻഹയോട് കണ്ണ് ചുവപ്പിച്ചുകൊണ്ട് അബൂജഹൽ ചോദിച്ചു, ഐന അബൂക്ക്, നിന്റെ പിതാവ് എവിടെയാണ്? അവർ പറഞ്ഞു, എനിക്കറിയില്ല, ഞങ്ങളുടെ അടുക്കൽ യാതൊരു വിവരവുമില്ല. അത് കേട്ടപ്പോൾ അബൂജഹലിൻ്റെ കോപം കത്തിക്കയറി. കള്ളമാണ് പറയുന്നത് എന്നറിയാം, മാത്രമല്ല എന്നെപ്പോലെ ഒരു മാന്യൻ്റെ മുഖത്ത് ഒരു പെണ്ണ് കള്ളം പറയുന്നു. അതുകൊണ്ട് അബൂജഹൽ അസ്മാ ബീവി റളിയല്ലാഹു അൻഹയെ ആഞ്ഞടിച്ചു. ഇത്രയും നീചനായിരുന്നു അബൂജഹൽ. ഒരു സ്ത്രീയെ അടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഏതു മനുഷ്യനാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും അത് അമാന്യതയാണ്. ഏതായിരുന്നാലും മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രിയപ്പെട്ട മകൾ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ അവർക്ക് നന്നായി വേദനിച്ചു. അവരുടെ കാതിലെ ആഭരണം അടിയുടെ ആഘാതത്തിൽ തെറിച്ചുപോയി എന്ന് വരെ ചരിത്രത്തിലുണ്ട്. അലിയിൽ നിന്നും അസ്മയിൽ നിന്നും വിവരങ്ങളൊന്നും ലഭിക്കില്ല എന്ന് അറിഞ്ഞതോടുകൂടെ അടിയന്തര മീറ്റിംഗ് ചേർന്നു അവർ ദാറുന്നദ്വയിൽ. എന്നിട്ട് ആദ്യമായിട്ട് മക്കയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എല്ലാ വഴികളിലും ആയുധധാരികളായ കാവൽക്കാരെ നിർത്തുവാൻ അവർ ആദ്യമായി ഏർപ്പാട് ചെയ്തു. എന്നതിന് ശേഷം അവർ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം അവർ വിളംബരം ചെയ്തു. അതിങ്ങനെയായിരുന്നു, മുഹമ്മദിനെയോ അബൂബക്കറിനെയോ അല്ലെങ്കിൽ രണ്ടു പേരെയും കൂടി ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്നവർക്ക് 100 ഒട്ടകങ്ങൾ നൽകാം ഇനാമായി, സമ്മാനമായി. 100 ഒട്ടകം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ ഒരു ശരാശരി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത അത്രയും വലിയ തുകയായിരുന്നു. ആ ഇനാം, അതിൽ കണ്ണുവെച്ച ആൾക്കാർ മക്കയുടെ ഊടുവഴികളിലൂടെ ചിതറിയോടി മഹാനായ നബിയെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയും തേടി. അവർ യസ്രിബിലേക്കാണ് പോവുക എന്നത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാമായിരുന്നു. ആയതുകൊണ്ട് മക്കയിൽ നിന്ന് വടക്കോട്ട് പോകുന്ന വഴികളിലൂടെയായിരുന്നു അധിക ആൾക്കാരും പോയത്. ഒരു ദിവസം മുഴുവനും അവർ തെരഞ്ഞു, ഒരു വിവരവും കിട്ടിയില്ല. രണ്ടാമത്തെ ദിവസവും അവർ തെരഞ്ഞു, അന്നും അവർക്ക് വിവരങ്ങളൊന്നും കാര്യമായി ലഭിച്ചില്ല. അപ്പോഴേക്കും ആരോ പറഞ്ഞു, നമ്മൾ യഥിരിബിലേക്ക് പോകും എന്ന് ധരിച്ച് വശായിരിക്കുകയാണ്. ഒരുപക്ഷെ മറ്റേതെങ്കിലും വഴിയിലൂടെ അവർ കടന്നു കളയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ ഭാഗത്തേക്കും നോക്കാം. അങ്ങനെ അവർ വടക്കോട്ട് മാത്രമല്ല നേരെ തെക്കോട്ട് അന്വേഷണം വ്യാപിപ്പിച്ചു. തെക്കോട്ട് പോകുമെന്നൊരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം തെക്ക് യമനിൻ്റെ ഭാഗത്ത് അവർക്ക് കാര്യമായ ബന്ധങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നാലും ഇത്രയുമായിട്ടും ഒരു വിവരവും ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇനി എല്ലാ ഭാഗവും അരിച്ചു പെറുക്കുക എന്ന ഉദ്ദേശമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം അവർ രണ്ടുപേരും കൂടി ആ രാത്രി തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിൻ്റെ പുറകുവശത്തുള്ള ഒരു ദ്വാരത്തിലൂടെ പുറത്തേക്ക് കടന്നു. പുറകുവശത്താണ്, അവിടെയാണ് അവർക്ക് വേണ്ട വാഹനങ്ങളെ കെട്ടിയിട്ടിരുന്നത്. അവർ രണ്ടുപേരും ആ രാത്രി തന്നെ നേരെ അവിടെ നിന്ന് പുറപ്പെട്ടു. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് നായകൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സംഘത്തെ നയിച്ചത്
നയിക്കേണ്ടിയിരുന്നത് നേരെ വടക്കോട്ടാണ്, യഥരിബിലേക്കാണ്, മദീനയിലേക്കാണ്. പക്ഷേ നബി നേരെ പോയത് തെക്കോട്ടാണ്, നേരെ എതിർദിശയിലേക്ക്. കാരണം നബിക്കറിയാം ശക്തമായ അന്വേഷണം നടക്കുമെന്ന്. എല്ലാ അന്വേഷണത്തിൻ്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം യഥരിബ് തന്നെയായിരിക്കുമെന്നും. അതുകൊണ്ട് ശത്രുക്കളെ ഒന്ന് വട്ടം കറക്കുക എന്ന ഉദ്ദേശം നബിക്കുണ്ടായിരുന്നു. മാത്രമല്ല, എല്ലാവരും കണ്ണു നട്ടിരിക്കുന്ന ഭാഗത്തേക്ക് പോകുന്നതിനേക്കാൾ സുരക്ഷിതത്വം നേരെ എതിർ ദിശയിലേക്ക്, യാതൊരു സ്കോപ്പുമില്ലാത്ത ഭാഗത്തേക്ക് പോകുന്നതാണ് എന്ന് നബി മനസ്സിലാക്കി. നബിയുടെ മഹാ നയതന്ത്രമായിരുന്നു അതെല്ലാം. അബൂബക്കർ റളിയല്ലാഹു അൻഹുവും നബിയും ആ രാത്രിയിൽ നടന്നത് 5 മൈൽ ദൂരമാണ്. തെക്കോട്ട് 5 മൈൽ ദൂരം ചെന്നാൽ അവിടെ ഒരു വലിയ പർവ്വത നിരയുണ്ട്. വലിയ ഉയരമുള്ള പർവ്വതമല്ലെങ്കിലും നീണ്ടു കിടക്കുന്ന ഒരു പർവ്വതം, അതാണ് സൗർ പർവ്വതം. ആ പർവ്വതത്തിൻ്റെ ഉച്ചിയിൽ ഒരു ഗുഹയുണ്ട്. അവിടെ വളരെ തന്ത്രപ്രധാനമായ സ്ഥലമാണ്. ആരും അത് ഊഹിക്കില്ല, ആരും അങ്ങോട്ട് വരില്ല. അതുകൊണ്ട് മഹാനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹും നേരെ പോയത് അങ്ങോട്ടായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.